ക്യാൻസർ രോഗികൾക്ക് അത്യാവശ്യം പച്ചക്കറിയൊക്കെ നമ്മൾ എന്നും കൊടുക്കാൻ പറ്റത്തില്ല. വരുന്ന കുറച്ച് ആൾക്കാർക്ക് അല്ല. അന്ന് വീട്ടിൽ അരി മേടിച്ചില്ല കുഴപ്പമില്ല, അവർക്കപ്പോൾ സാധനം കൊടുക്കും. അത് എന്തൊരു കഴിവാ. എന്റെ മാത്രമല്ല, അവന്റെയും കൂടെ, എന്റെ കൂട്ടുകാരന്റെയും കൂടെയാ. കടം മേടിച്ചാലും കൊടുക്കും ഞാൻ. ഏതാ ക്യാൻസർ രോഗികൾക്ക് അത്യാവശ്യം പച്ചക്കറിയൊക്കെ നമ്മൾ എന്നും കൊടുക്കാൻ പറ്റത്തില്ല. വരുന്ന കുറച്ച് ആൾക്കാർക്ക് 2-3 പേരൊക്കെ ഒന്ന് കഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് എല്ലാവരും നമ്മൾ കൊടുക്കാൻ പറ്റുമോ? മോനെ നമ്മൾ മാനായിട്ട് ചെയ്യും. വേണ്ടേ? അത് എല്ലാവരെയും സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് അറിയണം. നല്ല കാര്യമാണോ അല്ലയോ? നമ്മളെ വീട് പട്ടിണിയായാലും കുഴപ്പമില്ല. മനസ്സിലായി? നാളത്തെ ഗതി നമുക്കറിയത്തില്ല. നമ്മളെ ഗതി എന്തോന്ന് അറിയത്തില്ല. വേറെ മോനെ പേര് ഈ പേര് നമ്മളില്ലേ വേറെ 100 150 50 രൂപ മോള്. ആ ഓക്കെ സാർ. ഇത് 100 150 ഉണ്ടല്ലേ? ആ വേറെ നമ്മളെ എടുത്തോ. അതുപോലെ ഇടവമ്പാലത്തില് ചെമ്പം പോയ ഇടവമ്പാല കാരാണി ഇതെല്ലാം ഓമനക്കൂട്ട് അവിടെ ജനിച്ചു പറഞ്ഞോല്ല. ഞാൻ ഫുട്പാത്തില് 2 കിലോ 100. ഞാന് കുഞ്ഞുനാള് മുതല് കഷ്ടപ്പെടുന്ന കാര്യം എന്താ അറിയാമോ? അത് ജനങ്ങളുടെ അപ്പം പറയാം. ഇത്ര നാൾ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ വീട്ടിലെ പട്ടിണി കൊണ്ടാ കലാപരിച്ചേട്ടന്റെ ഫാൻസ് അല്ലെ കലാപരിച്ചേട്ടന്റെ അതേ രീതി എനിക്കുണ്ടായത്. ജനങ്ങളെ സഹായിക്കാൻ ഞാൻ എന്നും ഒരു മഞ്ചേശി ഉള്ളവന് അർഹതപ്പെട്ടവന്. ഞാൻ എന്റെ അമ്മ ഞങ്ങളെ 3 മക്കളെ കൊണ്ട് റേമ്പോളത്ത് ചാടി പഠിക്കാൻ പോയി. അവരുടെ അപ്പുറത്തെ വീട്ടിൽ താഴെ വീട്ടിലെ ചെത്തുപിടി ഞങ്ങളെ കൊച്ചു വീടാന്നും അങ്ങനെ പറയാൻ പാടില്ല. ആ ചേച്ചി ആ രീതി ഇപ്പോഴും വൈന്ന് പോയിട്ടില്ല. ചമ്മന്തി ചോറിന്റെ അന്ന് 5ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കും 10 പോയുള്ളൂ. അന്ന് നിർത്തിയ സ്കൂളിൽ പോക്ക്. അന്ന് ഇറങ്ങിയ തൊഴില ഇത് മാത്രമല്ല, മറ്റേ പല പണിക്കും പോയി. അതുകൊണ്ട് ചേട്ടൻ KM ഷാജിയാണ് എന്നെ കച്ചവടം പഠിപ്പിച്ചതും. ഞാൻ 10 രൂപ ശമ്പളത്തിന് കടയിൽ കയറിയതാ. 10 രൂപ ശമ്പളത്തിന്. ഇന്ന് 1000, 1500, 1300, 900 കാണും, 800 കാണും, 2000 കാണും. കച്ചവടമല്ലേ, ബിസിനസ് അല്ലേ. ഓരോ രീതിയിൽ സാധനം വരുന്നതല്ലേ. അത്രയും ബുദ്ധിമുട്ടി ജീവിച്ചോളാം ഞാൻ. അതുപോലെ ആർക്ക് പട്ടി പറഞ്ഞാൽ ശരി ഓണം കൂട്ടാൻ കളഞ്ഞിട്ട് പോകത്തില്ല മക്കളെ. എന്റെ വീട്ടിൽ കൊണ്ട് ഒന്നുമില്ലെങ്കിലും ശരി ഞാൻ അവിടെ സഹായിച്ചിട്ടേ പോകത്തുള്ളൂ. എന്റെ കണ്ണ് നിറയുക വേറെ കൊണ്ടല്ല. ആ അനുഭവം, ജീവിത അനുഭവം. എല്ലാവരും മുമ്പ് ഞാൻ തമാശയും കോമഡിയും ഒക്കെ പറയും. പക്ഷേ നമുക്കൊരു ജീവിതമുണ്ട്, അനുഭവമുണ്ട്. പക്ഷെ എല്ലാരും സഹായിച്ച്, എല്ലാരും കൊണ്ടല്ല, എന്റെ അനിയനെയും അനിയത്തിയും എല്ലാം സഹായിച്ച് അവരൊക്കെ നല്ലതല്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ പറ അക്കാൽ കുഴപ്പമൊന്നുമില്ല. ഓമനെ കുട്ടിനെ പേടിക്കാനൊന്നുമില്ലല്ലോ. എന്തെങ്കിലും കണ്ടില്ലയോ? എന്റെ കൂട്ടുകാരുണ്ട്, ഒരുപാട് ഫാൻസ് എനിക്കുണ്ട്. എവിടെ പോയാലും ഓമനെ കൂട്ടാണ്ട് വിളിക്കാതെ ആരും പോകത്തില്ല. പക്ഷെ ഒരു വിഷമേ ഉള്ളൂ എനിക്ക്. അവരാരും നമുക്ക് മിണ്ടുന്നില്ല. പക്ഷെ ആ പഴയ കാര്യം അവരും മറന്നുപോയി. പക്ഷെ ഓമനെ കൂട്ടാൻ മറക്കത്തില്ല, മറക്കാൻ പറ്റത്തില്ല. അതുപോലെ മണിച്ചേട്ടനെ ഒരു ദിവസം 2 നേരമെങ്കിലും ഓർക്കാത്ത ദിവസമില്ല. 2 ആഴ്ചയിലും പറയും റോഡാണ് റോഡിന്റെ ആ പാട്ടിലെ പാടി പിടിക്കേണ്ടി പോട്ടുള്ളൂ. ഞാൻ പറഞ്ഞ കള്ളം പറഞ്ഞല്ല, ആരും പൊതിക്ക് വേണ്ടി പറഞ്ഞതല്ല. ഇത് എനിക്ക് പറ്റൊരു അനുഭവ കഥയാണ്. എന്റെ അമ്മ ഞങ്ങളെ 3 നേരം കൊണ്ട് ആത്മഹത്യ പാട്ടിനോട് പാട്ടിനോട് അച്ഛൻ തെറിയിക്കുമായിരുന്നു. വീട് പട്ടിണി കാരണോ. അപ്പുറം താഴെ വീട്ടിലെ ചേച്ചി വാവക്കളെ അക്ക കയറി വാക്കാ പിള്ളേരെ കൊണ്ട് വാക്കാ എന്ന് പറഞ്ഞിട്ട് ഒന്ന് 2 ചോറും ചമ്മന്തിയും ഒക്കെ തന്നു പറഞ്ഞു. പക്ഷെ വന്ന വഴി ഞാൻ മറക്കത്തില്ല. ഹലോ തങ്കൂട്ടി പറയാ, ഈ വന്ന വഴി ഞാൻ മറക്കത്തില്ല. 10 കോടി രൂപ ലോട്ടറി അടിച്ചാൽ ശരി ആ വിശപ്പ് അന്നത്തെ കാലം. വർഷം കുറെ ആയി, അല്ലാതല്ലോ. ആ ചേച്ചിയും മരിച്ചു പോയി. പിന്നെ അല്ലാതെ നമ്മക്കൊന്നും കൊണ്ടുപോകത്തില്ല. പിന്നെ കൊള്ള ജീവിതം ഒരുപാട്. പിന്നെ ഞാൻ പഠിക്കാൻ പറ്റില്ല. ഞാൻ ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ അറിയാമോ? ഞാൻ 5ാം ക്ലാസ് ഇച്ചിരി പോയോളൂ. വെണ്ടക്കായി ലേഡീസ് ഫിംഗർ എന്ന് പറയുന്നത്, തക്കാളിക്ക് ടൊമാറ്റോ എന്ന് പറയുന്നത്, കരിഞ്ഞിന് പൊട്ടോട്ടോ എന്ന് പറയുന്നത്, വാട്ട് ഈസ് മൈ നെയിം ഈസ് സ്പീക്കിംഗ് പറഞ്ഞ കാര്യം എന്താ അറിയാമോ? അത് ദൈവത്തിന്റെ ഒരു ബുദ്ധിയാണ് അല്ലേ. സ്കൂളിൽ പോയാൽ പഠിക്കാൻ പറ്റില്ല, നമുക്ക് പഠിക്കാൻ പറ്റുമോ? മോളെ വാ, നമ്മള് ജീവിതം കൊണ്ട് പഠിച്ചാളാ. ജീവിതം കൊണ്ട് വാക്ക് 50 രൂപ. അതുപോലെ തമിഴ്നാട്ടിൽ പോയ വിജയചേട്ടൻ ഫാൻസാ. കേരളത്തിൽ ദിലീപേട്ടനും കലാമണി ചേട്ടനും ചാലക്കുടി പ്രസരി എന്റെ 3 എന്റെ പ്രധാനപ്പെട്ട കന്യകളാ. ഞാൻ അടിച്ചാത്താന്റെ മട്ടൻ 4 മാസത്തൂന്റെ മട്ടൻ വീട്ടിൽ പോയി സേറ മട്ടൻ പച്ചക്കറി അന്നത്തെ മാർക്കറ്റ് ഞാൻ വാരി അടിക്കും.
വേറെ ഞാൻ അടിച്ചാ കാണ്ട മാട്ടെ 4 മാസം തൂങ്ക മാട്ടെ 2 കിലോ പാവയ്ക്ക 100 രൂപയ്ക്ക് കൊടുത്തിട്ട് പോയി இந்த கோவைக்கு இந்த அண்ணாச்சி விஜய் பேசி தளபதி அந்த கோவைக்கு 50 രൂപ അതവിടെ കിട്ടാത്ത അമ്മക്ക് എന്താ പാവച്ചടക്കല്ലേ അമ്മക്ക് എന്താ വേണം അമ്മ റെഡി